നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് കെ സുരേഷ് കുമാർ. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ തുടങ്ങി വിദ്യാധിരാജ സ്കൂളും കഴിഞ്ഞ് തിരുമല എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റേറ്റ് കോഓർഡിനേറ്ററായും പ്രവർത്തിച്ച് പെൻഷനായി. ഇപ്പോഴും പാഠപുസ്തക സമിതി അംഗമായിട്ടും ട്രെയിനറായിട്ടും തുടരുന്നു. പുറമെ NVKSS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അക്കാഡമിക് അഡ്വൈസറായിട്ടും പ്രവർത്തിക്കുന്നു. ഇന്നത്തെ വിഷയം എങ്ങനെ ഒരു മികച്ച അധ്യാപകനാകാം. ആര് വിചാരിച്ചാലും പറ്റുന്ന എളുപ്പമുള്ള ജോലിയാണ് നല്ല അധ്യാപകനാവുക, അല്ലെങ്കിൽ നല്ല അധ്യാപികയാവുക. ഏറ്റവും മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് 2013 അന്നത്തെ പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജിയിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അധ്യാപകനായിരിക്കുമ്പോൾ ടീച്ചിങ് എയ്ഡ് കോമ്പറ്റീഷനിൽ 16 പ്രാവശ്യം സ്റ്റേറ്റ് ലെവൽ 1ാം സമ്മാനം നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതിൽ 15 പ്രാവശ്യവും തുടർച്ചയായിട്ടായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ഗ്യാപ്പ് വന്നത്. 6 പ്രാവശ്യം സദേൺ ഇന്ത്യ ലെവലിലും 1ാം സമ്മാനം നേടി. NCERTയുടെ ഇന്നോവേറ്റീവ് കോമ്പറ്റീഷൻസ് അവാർഡിൽ അത് 4 പ്രാവശ്യം പങ്കെടുത്തു. അന്ന് 4 വർഷത്തിലൊരിക്കൽ മാത്രമേ മത്സരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വർഷവും മത്സരിക്കും. അത് അധ്യാപകരെ ജൂൺ മാസമാകുമ്പോൾ NCERTയുടെ സൈറ്റിൽ കയറി ഇന്നോവേറ്റീവ് പ്രാക്ടീസസ് എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ ആ വർഷത്തെ മത്സരത്തിൻ്റെ നിബന്ധനകൾ അവിടെ ഉണ്ടാവും. അത് പങ്കെടുത്ത് നിങ്ങൾക്ക് നേടാം നാഷണൽ അവാർഡ്. നേടൂ. അപ്പോൾ ജൂണിൽ NCERTയുടെ സൈറ്റിൽ കയറി ഇന്നോവേറ്റീവ് പ്രാക്ടീസസ് നോക്കും. അധ്യാപകന് ഞാൻ പറഞ്ഞ അവാർഡുകളൊക്കെ കിട്ടി. അതിനേക്കാൾ വലിയ പ്രസിഡൻസ് അവാർഡിനേക്കാൾ വലിയ അവാർഡ് കിട്ടിയത് കുട്ടികളുടെ മനസ്സുകൊണ്ട്, അവർ മനസ്സുകൊണ്ട് തന്ന അവാർഡുകളാണ്. അതാണ് ഒരു അധ്യാപകൻ ഏറ്റവും വലുത്. രാഷ്ട്രപതിയുടെ അവാർഡിനേക്കാൾ ഒരു 100 മടങ്ങ് സന്തോഷമാണ് ഒരു കുട്ടി നല്ല ക്ലാസ് മാഷിൻ്റെത്. അത് പ്രസിഡൻസ് അവാർഡിൻ്റെ ഒക്കെ മുകളിലാണ്. കുട്ടികളുടെ മനസ്സിനാണ് നാം അവാർഡ് നേടേണ്ടത്. അതിന് ഞാൻ പറയുന്നു KYC, നോ യുവർ കസ്റ്റമർ അല്ല, KYC, നോ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അടുത്തറിയണം. കുട്ടികളുടെ ഗുണങ്ങളും പോരായ്മകളും കണ്ടെത്തണം. ആ പോരായ്മകൾക്ക് വഴക്ക് പറയാതെ അത് പരിഹരിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ച് നിർദ്ദേശിക്കണം. അവരിലുള്ള ക്വാളിറ്റികൾ വളർത്തണം. ഒരിക്കലും ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്യരുത്. കാരണം പലവിധ ബുദ്ധികളാണ് മനുഷ്യരിലുള്ളത്. ഇതിലേതെങ്കിലും ഒരു ബുദ്ധിയായിരിക്കും ഓരോ മനുഷ്യരിലും ഏറ്റവും ശക്തമായിട്ടുള്ളത്. അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളിൻ്റെ ബുദ്ധി ഏതോ ഒന്ന് ശക്തമാണ്, അതല്ല എന്നിൽ ശക്തമായ ബുദ്ധി. എനിക്ക് അയാളാകാൻ കഴിയില്ല, അയാൾക്ക് ഞാനാകാനും കഴിയില്ല. അല്ല, AB എന്ന 2 കുട്ടികളിൽ A എന്ന കുട്ടിക്ക് B ആവാനോ B എന്ന കുട്ടിക്ക് A ആവാനോ കഴിയില്ല. കാരണം 2 പേരിലും ബുദ്ധി വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ, കുട്ടികളെ താരതമ്യം ചെയ്യരുത്. 10 മാർക്കിനൊരു പരീക്ഷ നടത്തുമ്പോൾ ഒരു കുട്ടിക്ക് 3 മാർക്ക് കിട്ടിയെങ്കിൽ മോശം, നീ എന്തിനാ പഠിക്കാത്ത എന്ന് പറയരുത്. 3 മാർക്ക് കിട്ടിയ കുട്ടി നോക്കി പറയൂ, കൊള്ളാം, നിനക്ക് 3 മാർക്ക് കിട്ടി, കൊള്ളാം, പക്ഷേ നിനക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയണം, അതോടെ പറയണം. അല്ല മോശം എന്ന വാക്ക് ഉപയോഗിക്കരുത്. ആലോചിച്ച് നോക്കോ, കുട്ടി 10ൽ 3 മാർക്കേ വാങ്ങിച്ചുള്ളെങ്കിൽ ആരാ അവനെ പഠിപ്പിച്ചത്? പഠിക്കണമെന്ന ബോധം അവനിൽ ഉണ്ടാക്കുന്നതിൽ ആരാ പരാജയപ്പെട്ടത്? ടീച്ചറല്ലേ? 3 മാർക്ക് കിട്ടിയ കുട്ടിയാണോ കുറ്റവാളി? ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് 10ൽ 10 കിട്ടിയില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ്. ഞാൻ വിശദീകരിച്ചതിലുള്ള, അത് കുട്ടിക്ക് മനസ്സിലാക്കിക്കുന്നതിലുള്ള, അത് വീട്ടിലിരുന്ന് വീണ്ടും വായിക്കണമെന്ന ബോധമുണ്ടാക്കുന്നതിലുള്ള, പഠിച്ച് ഞാൻ വളരണം എന്ന ബോധമുണ്ടാക്കുന്നതിനുള്ള എൻ്റെ പരാജയം. അവിടെ പരാജയപ്പെട്ടത് കുട്ടിയല്ല, അധ്യാപകരാണ് പരാജയപ്പെട്ടത്. അപ്പം ശിക്ഷ ആർക്ക്? അധ്യാപകർക്കാണ് വേണ്ടത്. കുട്ടി പഠിച്ചില്ലെങ്കിൽ, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, പഠിക്കാതെ വന്നെങ്കിൽ
വായിച്ചില്ലെങ്കിൽ എഴുതിയില്ലെങ്കിൽ ഇതിനൊക്കെ ആ രീതിയിൽ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ അധ്യാപകൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ വടികൊണ്ട് എന്നെ തല്ലുന്ന ആളാണ്, സെൽഫ് പണിഷ്മെൻറ്റ്. ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു, ഞാൻ BEd പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച പ്രൊഫസർ ഗൗരിക്കുട്ടി അമ്മ പറഞ്ഞു, കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അധ്യാപകനാണ് കുറ്റവാളി, അതുകൊണ്ട് അധ്യാപകൻ സ്വയം ശിക്ഷിക്കണമെന്ന് ആ മഹത് പ്രൊഫസർ പറഞ്ഞു തന്നത് ഞാൻ ഇന്നും പാലിക്കുന്നു. ഇത് നന്ദിയോടെ ഓർക്കുന്ന പ്രൊഫസർ ഗൗരിക്കുട്ടി അമ്മയോടാണ്. അപ്പോൾ ഇതായിരിക്കണം അധ്യാപകൻ പാലിക്കേണ്ട ഒന്ന്. ഒരിക്കലും കുട്ടിയെ പണിഷ് ചെയ്യരുത്. അവന് കുറ്റങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിൽ വിളിച്ച് ഒറ്റയ്ക്ക് നിർത്തി കുറ്റങ്ങൾ എത്ര വേണോ പറഞ്ഞോളൂ. ക്ലാസ്സിൽ വെച്ച് പരസ്യമായിട്ട് കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. അവൻ്റെ നല്ല കാര്യങ്ങൾ ക്ലാസ്സിൽ പൊക്കിപ്പറയുക. കുറ്റങ്ങൾ അവനെ ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തി ഉപദേശിക്കണം. പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പറയണം, ഒറ്റയ്ക്ക് നിർത്തി പറയണം. പരസ്യശാസന കുട്ടിയെ പിറകോട്ട് കൊണ്ടുപോകും. ഇത് നിങ്ങളുടെ രക്ഷകർത്താക്കളോടും അറിയിക്കണം. നിങ്ങളുടെ വീട്ടിൽ ബന്ധുക്കളോ മിത്രങ്ങളോ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ വിളിച്ചു നിർത്തി കുറ്റങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കരുത്. കുട്ടിയുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവനെ പരമാവധി പ്രശംസിക്കുക. അതിഥികൾ പോയതിനു ശേഷം 2 അതിലധികമോ മക്കളുണ്ടെങ്കിൽ ആ ഒറ്റ കുട്ടിയെ മാത്രം മുറിയിൽ വെച്ച് ചേർത്തി അവൻ്റെ കുറ്റങ്ങൾ പറയുക. അങ്ങനെ ചെയ്ത് നോക്കൂ, കുട്ടി ഒരു ബഹുമുഖ പ്രതിഭയായിട്ട് വളരും. അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും അതിലെന്തെങ്കിലും പോരായ്മയുണ്ടായാൽ ആ പോരായ്മയെ പൊക്കിപ്പറയാതെ അതിലുണ്ടായ ഗുണങ്ങളെ പൊക്കിപ്പറഞ്ഞ് നീ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുക. കുട്ടി ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പരീക്ഷ പരാജയപ്പെട്ടെന്ന് പറയരുത്. ഈ രീതിയിൽ ചെയ്താൽ നിനക്ക് വിജയിക്കാനൊക്കില്ലെന്ന് നീ കണ്ടുപിടിച്ചല്ലോ മോനെ, നീ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു, വെരി ഗുഡ്. ഇങ്ങനെ പറയൂ കുട്ടിയോട്. എന്ത് ചെയ്യുമ്പോഴും വെരി ഗുഡ് എന്ന് പറഞ്ഞ് പ്രശംസിക്കൂ. കുട്ടിക്ക് എന്തറിയില്ല എന്ന് പറയുന്നതിന് കുട്ടിക്ക് എന്തറിയാമെന്ന് മനസ്സിലാക്കി ആ ലെവലിലോട്ട് നിങ്ങൾ മാറി അതിനെ ഉയർന്ന രീതിയിൽ അധ്യാപനം നടത്തൂ. അറിയില്ലാത്ത കുട്ടി പിന്നെ അറിഞ്ഞോളും. ആക്ച്വലി വിജ്ഞാനം നമ്മുടെ എല്ലാം മനസ്സിൽ എല്ലാവരുടെ ബ്രെയിനകത്തുണ്ട്. പക്ഷെ അതിനൊരു കവർ ചെയ്തിരിക്കുന്ന എന്തോ ഒരു സാധനമുണ്ട്. ആ കവർ മാറ്റലാണ് നമ്മുടെ ജോലി. നമ്മളാരും പുതിയ അറിവ് കൊടുക്കുന്നില്ല ആർക്കും. എല്ലാവരും അറിവുള്ളിലുണ്ട്, പക്ഷെ ഒരു മറയുണ്ട്. ആ മറ നീക്കലാണ് അധ്യാപകരുടെ ജോലി. അതുപോലെ ക്ലാസ് തുടങ്ങുമ്പോൾ ജൂൺ മാസത്തിൽ എല്ലാ കുട്ടികളും ഉത്തരം കറക്റ്റ് ശരിയായി പറയുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ ഓരോ ഡിവിഷനിലെയും പ്രത്യേകം കുറിച്ച് വെച്ച് ആ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി ലിബറലായിട്ട് വാല്യൂ ചെയ്ത് കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് വരട്ടെ, വലിച്ചു വാരിയിടൂ മാർക്ക്. പേപ്പർ കൊടുത്ത മാർക്ക് അവരെ അറിയിക്കുമ്പോൾ ഉള്ള മുഖത്ത് നോക്കും, അവരൊരു സന്തോഷം കാണാം. പേപ്പർ തിരിച്ചു വാങ്ങണം. രക്ഷകർത്താവും ട്യൂഷൻ സാറും കാണണ്ട. അവർ കണ്ടാൽ പറയാം, ഇത് സിമ്പിൾ ചോദ്യമല്ലേ, നിനക്ക് മാർക്ക് വലിച്ചു വാരി ഇട്ടിരിക്കല്ലേ, നിന്റെ കഴിവൊന്നുമല്ലെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ട് പേപ്പർ തിരിച്ചു വാങ്ങണം. മാർക്ക് മാത്രം മറ്റുള്ളവരറിഞ്ഞാൽ പേപ്പർ ആരും കാണണ്ട. ഇത് കുട്ടിയിലുണ്ടാക്കുന്ന ആത്മവിശ്വാസം. ഇപ്പം 100% കുട്ടിക്കും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഭൂരിപക്ഷം കുട്ടികളിലും ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരു 2 ടെസ്റ്റ് പേപ്പർ ഇട്ട് നോക്കൂ. 3ാമത്തെ ടെസ്റ്റ് പേപ്പറോട്ട് അവൻ സ്വയം പഠിച്ച് ഇനി നിങ്ങൾ കടുപ്പിച്ചോളൂ, കുഴപ്പമില്ല. അതുപോലെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. അതിൽ നന്ദിയും കടപ്പാടും എൻ്റെ അമ്മയോടാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ബുധനാഴ്ച ഏത് വിഷയമാണോ പരീക്ഷ, ബുധനാഴ്ച ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ ടെക്സ്റ്റ് നോട്ടും തിങ്കളാഴ്ച രാത്രി കിടക്കാൻ നേരത്തെ അമ്മയ്ക്ക് സറണ്ടർ ചെയ്യണം. ചൊവ്വാഴ്ചയോ ബുധനാഴ്ച രാവിലെ ആ വിഷയം പഠിക്കാൻ ബുക്ക് തരില്ല. അപ്പം തലേദിവസം പഠിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. തലേദിവസം പഠിക്കാൻ പറ്റില്ല എന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് നേരത്തെ പഠിച്ചു. അധ്യാപകരെ കുട്ടികളെ ഉപദേശിക്കൂ, തലേദിവസ പഠിത്തം ഒഴിവാക്കട്ടെ. കാരണം ആ തലേദിവസ പഠിത്തത്തിൽ കണ്ണൊരു പേജിലായിരിക്കും, വായന ആ പേജായിരിക്കും, ചിന്ത മറ്റൊരു പേജായിരിക്കും, അനാലിസിസ് വേറൊരു പേജായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിക്കലർന്നൊരു കൺഫ്യൂഷൻ കൂട്ടും. അതുകൊണ്ട് തലേദിവസ പഠനം ഉപേക്ഷിക്കാൻ കുട്ടികളെ ഉപദേശിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 പരീക്ഷ എളുപ്പമാക്കേണ്ടതുണ്ട്. അവർ തലേദിവസം പഠിക്കാതെ വന്നിരുന്ന പരീക്ഷയാണ് മാർക്ക് കുറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അങ്ങനെ 2 പരീക്ഷ അവർ തലേദിവസം പഠിക്കാതെ വന്നിരുന്നിട്ട് നമ്മളവർ പറയുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ വെച്ച് എഴുതി ലിബറലായിട്ട് വാല്യൂ നല്ല മാർക്ക് കൊടുക്കൂ. ഇനി തൊട്ട് തലേദിവസത്തെ പഠിത്തം കുട്ടി ഉപേക്ഷിച്ച് പഠിക്കുമ്പോൾ അവൻ്റെ മാർക്ക് സ്വാഭാവികമായിട്ട് കൂടുമെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യൂ. അങ്ങനെ ഒരു രീതി നിങ്ങൾ പ്രവർത്തിക്കൂ. ഞാനൊരു കാര്യം പറയാം. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് BEd പഠിപ്പിച്ചപ്പോൾ അധ്യാപകർ പറഞ്ഞത് കുട്ടിയുടെ നിലവാരത്തിലൂടെ നിങ്ങൾ താഴണം. മാറ്റി പറയുന്നു ഞാൻ, കുട്ടികളുടെ നിലവാരത്തിലേക്ക് ഉയരൂ. ഇന്ന് മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ളത് കാരണം കുട്ടികൾ നമ്മുടെ മുന്നിലാണ്. ദേ ആർ അഹെഡ് ഓഫ് us. അവരുടെ നിലവാരത്തിലേക്ക് ഉയർന്ന് അവരുടെ നിലവാരത്തിനൊത്ത് പഠിപ്പിക്കൂ. പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങളുണ്ട്.
ഒന്ന്, മനസ്സിലായോ? രണ്ട്, സംശയമുണ്ടോ? മനസ്സിലായെന്ന് വെച്ചാൽ കുട്ടികൾ മനസ്സിലായി സാർ, സംശയമുണ്ടോ? ഇല്ല സാർ. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട സാർ, അവൻ രക്ഷപ്പെട്ടു, അടുത്തൊരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നു. ഇത് ചോദിക്കാതെ പകരം പഠിപ്പിച്ചിട്ട് വൈഡ് ഡിസ്ട്രിബ്യൂഷനിൽ കുട്ടികളടുത്ത് ചോദ്യം ചോദിക്കൂ. എല്ലാ കുട്ടികളും ഉത്തരം പറഞ്ഞെങ്കിൽ അവർ മനസ്സിലായി. ആരെങ്കിലും ഉത്തരം പറയാൻ പരാജയപ്പെട്ടാൽ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി റീ എക്സ്പ്ലെയിൻ ചെയ്യൂ. അല്ലാതെ മനസ്സിലായോ, സംശയമുണ്ടോ? ഞാനൊക്കെ പഠിക്കാൻ അധ്യാപകരിച്ചു, മനസ്സിലായോ? മനസ്സിലാകാത്തവര് ഞാൻ മനസ്സിലായി സാർ, സംശയമുണ്ടോ? ഇല്ല. അടുത്ത ദിവസം ചോദിക്കുമ്പം ബബ്ബ. അതുകൊണ്ട് കുട്ടി മനസ്സിലാക്കിയോ ഇല്ലയെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അവൻ മനസ്സിലാക്കുന്നവരെ 5ഓ 6ഓ പ്രാവശ്യം വിശദീകരിക്കാനുള്ള ക്ഷമയുണ്ടാവണം. അധ്യാപകൻ വേണ്ട ക്വാളിറ്റികളിൽ 1-2 പറയാം. ടു ബി സ്ലോ ടു ആങ്കർ. ടു ബി സ്ലോ ടു ആങ്കർ, പെട്ടെന്ന് ദേഷ്യം വരരുത്. ഹാവ് ദ പേഷ്യൻസ് ഓഫ് ദ മദർ എർത്ത്. ഭൂമിയോളം ക്ഷമ ഉണ്ടാവണം. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ക്ഷമിക്കാൻ കഴിയണം. അവർ ചെയ്ത തെറ്റുകളെ പണിഷ്മെന്റിൽ കൂടെ നന്നാക്കാൻ കഴിയില്ല. ക്ഷമിച്ച് അവർക്ക് മാപ്പ് നൽകിയാലേ അവർ ആവർത്തിക്കാതിരിക്കൂ. പണിഷ് ചെയ്താൽ ആവർത്തിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 40 മിനിറ്റിന്റെ പീരീഡിൽ 40 മിനിറ്റും തുടർച്ചയായിട്ട് ശ്രദ്ധിക്കാൻ, ഷേക്സ്പിയർ വന്നൊരു നാടകം കളിച്ച് പഠിപ്പിച്ചാലും 40 മിനിറ്റ് ശ്രദ്ധിക്കാൻ ഈ ലോകത്ത് ഒരു കുട്ടിക്കും കഴിയില്ല. ഒരു 15 മിനിറ്റ് കൂടുതൽ ഒരു കുട്ടിക്കും തുടർച്ചയായിട്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ 15 മിനിറ്റ് ശേഷം നമ്മൾ തുടർച്ചയായിട്ട് പഠിപ്പിച്ചാൽ അതൊക്കെ ഒരു വേസ്റ്റ് ആണ്. അപ്പൊ 15 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ പഠിപ്പിച്ചൊന്ന് നിർത്തിവെച്ചിട്ട് ആ വിഷയത്തിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും മേഖലയിൽ പോകണം. അതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പ് നടത്തണം. കുട്ടികൾക്ക് കുസൃതി ചോദ്യം ചോദിക്കാം, ഒരു കുഞ്ഞ് കഥ പറയാം, ആരെങ്കിലും കൊണ്ട് 2 വരി, ഒരുപാട് പഠിക്കാൻ നേരമില്ല, ഒരു 2 വരി പാടിക്കുക, കുസൃതി ചോദ്യം ചോദിക്കുക, അല്ലെ മറ്റെന്തെങ്കിലും ജനറൽ ചോദിക്കുക. അങ്ങനെ ടോപ്പിക് എന്ന് ഡൈവേർട്ട് ചെയ്ത് ഒരു 2 മിനിറ്റ് ഡൈവേർഷൻ കൊടുത്തിട്ട് 3-ാം മിനിറ്റ് തിരിച്ച് ക്ലാസ്സിൽ വന്നോളൂ, വീണ്ടും പഠിപ്പിച്ചോളൂ. അടുത്ത 15 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഇതുപോലെ ഒരു ഇടവേള കൊടുത്തിട്ട് പഠിപ്പിക്കൂ. അപ്പൊ വേരിക്കും ഇടയ്ക്ക് 2 പ്രാവശ്യമായിട്ട് 3+3 6 മിനിറ്റ് പോയില്ലേ? 40 മിനിറ്റിൽ 34 മിനിറ്റല്ലേ എനിക്ക് കിട്ടിയുള്ളൂ. ആലോചിക്കൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ പഠിപ്പിച്ചാൽ 15 മിനിറ്റ് പഠിപ്പിച്ചത് കിട്ടി, ബാക്കി 25 മിനിറ്റും പാഴായി. ഇങ്ങനെ ഇതിപ്പോ 6 മിനിറ്റേ പാഴായുള്ളൂ. നഷ്ടമാണോ ലാഭമാണോ? ആലോചിക്കൂ. 40 മിനിറ്റ് തുടർച്ചയായിട്ട് ഒരു ടീച്ചർ പഠിപ്പിച്ചപ്പോൾ മാക്സിമം ഒരു 14 or 15 മിനിറ്റ് ഉപയോഗപ്രദമായി, ബാക്കി 25 മിനിറ്റും പാഴായി. ഞാൻ പറഞ്ഞ രീതി പഠിപ്പിച്ചാൽ ഒരു 4 മിനിറ്റ് പാഴാകും, 36 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടി. മാറൂ, ആ രീതിയിലോട്ട് മാറണം. കാരണം ഒരു കുട്ടിക്ക് 40 മിനിറ്റ് തുടർച്ചയായിട്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല. കുട്ടികൾ പറയണം, വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോഴും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് എന്ത് പഠിച്ചു എന്ത് പഠിച്ചില്ല എന്നൊന്ന് റിവൈൻഡ് ചെയ്യണം. ഓരോ 10 മിനിറ്റിലും അങ്ങനെ റിവൈൻഡ് ചെയ്യണം. 40 മിനിറ്റ് ആകുമ്പോൾ നിർബന്ധമായിട്ട് കുട്ടി മുറി വിട്ട് വെളിയിൽ പോയി നല്ല പച്ച കളറിലൊക്കെ നോക്കി 2 മിനിറ്റ് ഒന്ന് കുനിയുകയും നൂരുകയും ചെയ്ത് ശകലം വെള്ളവും കഴിച്ചിട്ട് വീണ്ടും വന്നിരുന്ന് പഠിക്കണം. തുടർച്ചയായിട്ട് പഠിച്ചാൽ അത് പാഴാവും. അതുപോലെ കുട്ടികൾക്ക് പറയണം, പഠിക്കുന്നതിൻ്റെ നല്ല ഉറക്കം വേണം. ഉറങ്ങുമ്പോഴാണ് ഷോർട്ട് മെമ്മറി കയറിയ കാര്യങ്ങൾ ലോങ് മെമ്മറി കയറുന്നത്. ഉറങ്ങിയില്ലെങ്കിൽ അന്ന് പഠിച്ചതൊന്നും ലോങ് മെമ്മറി കയറില്ല. അതുകൊണ്ട് പഠിത്തത്തോടൊപ്പം നല്ല ഉറക്കം വേണം, ശരീരത്തിന് വ്യായാമം വേണം. ഒരു 1.5 മണിക്കൂറെങ്കിലും ദേഹം അനങ്ങത്തക്കവണ്ണം ഓടിയും ചാടിയും അവർ കളിക്കണം. അവിടെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 4 തൊട്ട് 6 വരെ വീട്ടിൽ കയറ്റൂല. മുറ്റത്തിറങ്ങി കളിച്ചോളണം. മഴയാണെങ്കിൽ മഴ നനഞ്ഞ് കളിച്ചോളണം. മഴ എന്ന് പറഞ്ഞാൽ അകത്ത് കയറാനൊക്കില്ല. അതുകൊണ്ട് ഇന്ന് മഴ നനഞ്ഞാൽ ജലദോഷമില്ല. ഇന്നത്തെ രക്ഷാർത്ഥികൾ ഇന്ന് മഴയുടെ ഒരു തുള്ളി കാണുമ്പോൾ പിള്ളേർ വിളിച്ചകത്ത് കയറ്റും. മഴ നനയാൻ സമ്മതിക്കില്ല. ആദ്യത്തെ 1-2 മഴ നനയിപ്പിക്കണ്ട, കാരണം ആസിഡ് മഴയാണ്. ഒരു 3-ാമത്തെ മഴയൊക്കെ നനയിപ്പിക്കൂ. 1-2 പ്രാവശ്യം ജലദോഷമോ പനിയെ വരും. ഒരു ജലദോഷം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജമ്മത്ത് ഒരിക്കലും വരില്ല. മരുന്ന് കഴിച്ചില്ല. മരുന്ന് കഴിച്ചാൽ വീണ്ടും വരും. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആ ജലദോഷം ഒരിക്കലും 400-ലധികം ജലദോഷങ്ങളുണ്ട്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആ ജലദോഷം പിന്നെ ജമ്മത്ത് ആവർത്തിക്കില്ല. ബോഡി സ്വയം ഇമ്മ്യൂണായിക്കോളും. അപ്പൊ മഴ കൊണ്ടുള്ള ജലദോഷം ഒരു പ്രാവശ്യമേ വരൂ, പിന്നെ വരില്ല. ഇത് അധ്യാപകർ അറിയണം, കുട്ടികൾക്ക് പറയണം. ഇനി അധ്യാപകർ ഹെഡ് മാസ്റ്ററായിട്ടും DO ആയിട്ടൊക്കെ പ്രൊമോഷൻ ഉണ്ട്. അതിനേക്കാൾ നല്ല പ്രൊമോഷൻ കുട്ടികൾ നമുക്ക് തരും. മനസ്സുകൊണ്ട് അവരെ നമ്മളെ ടീച്ചർ മാറ്റി ഫെസിലിറ്റേറ്റർ ആക്കും, ഗുരുവാക്കും, ആചാര്യനാക്കും. ആചാര്യനാവണം. എന്താണ് ആചാര്യൻ? പറയുന്നതെല്ലാം പ്രവർത്തിക്കുന്ന ആളാണ് ആചാര്യൻ. നാം ചെയ്യാത്ത ഒരു കാര്യവും കുട്ടികളുടെ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടരുത്. ചെയ്ത് കാണിക്കണം. സപ്പോസ് ദിസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയരുത്. ടെസ്റ്റ് ട്യൂബ് കാണിക്കണം. അവിടെ ഒരു പരീക്ഷണം ഇന്ന രീതിയിൽ ചെയ്ത റിസൾട്ട് കിട്ടുമെന്ന് പറയാതെ പരീക്ഷണം കാണിച്ചിട്ട് റിസൾട്ട് എന്താണെന്ന് കുട്ടിയോട് ചോദിക്കൂ. അവൻ കൺസ്ട്രക്റ്റിവിസം മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞു ഉത്തരം ഇങ്ങോട്ട് തരും. അങ്ങോട്ട് ഉത്തരങ്ങൾ കൊടുക്കാതെ ചോദ്യങ്ങൾ വഴി കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കൂ. അതാണ് പഠന പ്രക്രിയ. ആചാര്യനാവണം. ഉദാഹരണത്തിന് ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസനടുത്ത്
ഒരമ്മ കുട്ടിയെ കൊണ്ട് എന്ന് പറഞ്ഞു, ഗുരുവേ എൻ്റെ കുട്ടി എന്നും ശർക്കര തിന്നും, അങ്ങ് ഉപദേശിച്ചാൽ ഇവന് ശർക്കര കഴിക്കില്ല, ഒന്ന് ഉപദേശിക്കണം. ഹംസൻ പറഞ്ഞു, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരൂ, ഞാൻ ഉപദേശിക്കാം. 10 ദിവസം കഴിഞ്ഞു. ശിഷ്യന്മാരൊക്കെ ചുറ്റുകൊണ്ട് പറഞ്ഞു, ശർക്കര തിന്നാൽ ഒരുപാട് ഷുഗർ അകത്ത് പോവും, ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും, പല്ലിലൊട്ടി പിടിക്കും, പല്ലിന്റെ പ്രശ്നത്തെ ബാധിക്കും, അതുകൊണ്ട് ശർക്കര ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടി സമ്മതിച്ചു പോയി. അവർ പോയപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അയ്യേ എന്തോന്ന് ഗുരു ഇത്, ഇങ്ങനെ ഇത്രയും പറയാൻ അങ്ങ് ആലോചിക്കാൻ 10 ദിവസം എടുത്തോ? ഞങ്ങളാണെങ്കിൽ ഇത് അന്ന് പറയുമായിരുന്നല്ലോ, ഇതിലപ്പുറം പറയുമായിരുന്നു, അങ്ങേക്ക് ഇത് 10 ദിവസം വേണ്ടി വന്നോ? ഹംസൻ പറഞ്ഞു, അതല്ല പ്രശ്നം. അവരൊന്നപ്പോൾ ഞാനും ദിവസം ശർക്കര തിന്നുന്ന ആളായിരുന്നു. ദിവസവും ശർക്കര തിന്നുന്ന എനിക്ക് മറ്റൊരാളോട് ശർക്കര തിന്നരുതെന്ന് ഉപദേശിക്കാൻ എനിക്ക് അന്ന് അവകാശമില്ലായിരുന്നു. ഈ 10 ദിവസമായിട്ട് ഞാൻ ശർക്കര തീറ്റി നിർത്തി. ഇന്ന് എനിക്ക് ഉപദേശിക്കാൻ അവകാശമുണ്ട്, കാരണം ഇന്ന് ദിവസം ശർക്കര കഴിക്കുന്നു. അന്ന് എനിക്ക് അവകാശമില്ല, ഇന്ന് എനിക്ക് അവകാശം. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി. ഇത് അധ്യാപകര് ഫോളോ ചെയ്യണം. മികച്ച അധ്യാപകരാകാൻ ആചരിക്കുന്ന ആചാര്യനാവൂ. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. ഇപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. വർഷാവസാനമാകുമ്പോൾ കുട്ടികൾ അധ്യാപകർക്ക് ഓരോ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുക, നിരുത്സാഹപ്പെടുത്തണം. കാരണം ഒരു കുട്ടി വിലപിടിപ്പുള്ള സമ്മാനവും ഒരു കുട്ടി 5 രൂപയുടെ സമ്മാനവും കൊണ്ട് തരുമ്പോൾ, ആ വിലപിടിപ്പുള്ള സമ്മാനം തരുന്ന കുട്ടി സമ്മാനം തരുമ്പോൾ 5 രൂപ സമ്മാനം തന്ന കുട്ടിക്ക് ഒരു അപകർഷതാ ബോധം ഉണ്ടാവും. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തൂ. സമ്മാനം വാങ്ങണം ശിഷ്യരെന്ന്. അവരെന്ന് വാങ്ങേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? ഞാൻ പഠിപ്പിച്ച കുട്ടി വളർന്ന് വലുതായി എൻ്റെ മുകളിൽ എന്ന് എത്തുന്നോ, ആ എത്തൽ, അതാണ് എനിക്ക് കുട്ടി തരേണ്ട സമ്മാനം. ഞാൻ പഠിപ്പിച്ച കുട്ടി എൻ്റെ മുകളിലാകണം. ഉദാഹരണത്തിന്, ഞാൻ പാഠപുസ്തകം എഴുതാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ചിലർ ഞാൻ പണ്ട് പഠിപ്പിച്ച കുട്ടികളാണ്. ഡോക്ടർ വിഷ്ണു, ഡോക്ടർ കൈകസി, അരുജ, എൻ്റെ പഴയ ശിഷ്യർ. ഇന്ന് അവരെൻ്റെ മുകളിൽ, ഞാൻ അവരെ കീഴിലാണ് പ്രവർത്തിക്കേണ്ടത്. എന്ത് സന്തോഷമാണെന്നറിയോ എൻ്റെ കുട്ടിയുടെ കീഴിൽ ഞാൻ പ്രവർത്തിക്കേണ്ടി വരിക. ഒരിക്കൽ അവാർഡ് വാങ്ങിച്ചത് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നായിരുന്നു. വിദ്യാധിരാജ സ്കൂളിൽ വെച്ച്, ക്രൈസ്റ്റ് വെച്ച്, AMHS തിരുമലയിൽ വെച്ച് പഠിപ്പിച്ച കുട്ടികളെ എന്ന അവാർഡുകൾ വാങ്ങി. അതാണ് അവർ തരേണ്ട ഏറ്റവും വലിയ സമ്മാനം. അല്ലാതെ ഒരു പൊതിയോ ഷർട്ടോ പാൻറ്റോ സാരിയോ അല്ല ആ സമ്മാനം. ഞാൻ പഠിപ്പിച്ച കുട്ടി വളർന്ന് എൻ്റെ മുകളിൽ എത്തുന്നതാണ് ആ കുട്ടി എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ, ഏറ്റവും വലിയ സമ്മാനം. ഇത് കുട്ടികളെ ബോധവൽക്കരിക്കൂ. കാശ് മുടക്കിയുള്ള സമ്മാനം നിരുത്സാഹപ്പെടുത്തൂ. അങ്ങനെ കുട്ടികളെ തിരിച്ചറിയൂ, വളർന്ന് വലുതാകൂ. കുട്ടികളെ മാക്സിമം പ്രശംസിച്ചുകൊണ്ടിരിക്കണം. അവരെ നല്ല ഗുണങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ പരമാവധി പ്രശംസിക്കണം. ചെയ്ത തിരികൾ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തി പറഞ്ഞോളൂ. നിങ്ങൾ ക്ലാസ് ചെല്ലുമ്പോൾ ആദ്യം പറയുന്ന സെൻറ്റൻസ് ആണ്, ഇവിടെ ഞാൻ ക്ലാസ്സിൽ നോക്കിയിട്ട് നല്ല ഒരു കുട്ടിയെ പോലും കണ്ടില്ല, എന്ത് ചെയ്യാനാ? ഇത് പറയുമ്പം കുട്ടികളുടെയൊക്കെ മുഖം വന്ന് വാടും. കാരണം നല്ല ഒരു കുട്ടിയെ പോലും കണ്ടില്ല എന്നാ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ചോദിക്കണം, എന്താ കാരണമെന്ന് അറിയണോ? അവർ പറയും അറിയണം. അപ്പോൾ പറയണം, അതിന് കാരണം നിങ്ങളെല്ലാം വളരെ നല്ല കുട്ടികളാണ്. നിങ്ങളുടെ നല്ല കുട്ടികളല്ല, വളരെ നല്ല കുട്ടികളാണ്. അപ്പോഴുണ്ടാകുന്ന അവരുടെ സന്തോഷം നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും. പിന്നെ ബി ആസ് ഫ്രണ്ട്ലി ആസ് പോസിബിൾ. കുട്ടികൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം, ബട്ട് നെവർ എ ഫ്രണ്ട്. ഒരിക്കലും ഒരു സുഹൃത്തല്ല, ബട്ട് വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. കുട്ടികളെ അങ്ങോട്ടും അകമഴിഞ്ഞ് സ്നേഹിക്കൂ, അവരിങ്ങോട്ടും സ്നേഹിക്കും. കുട്ടിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായാൽ അവന് നിങ്ങളുടെ വിഷയത്തിന്റെ ബുക്ക് തുറക്കുമ്പോൾ നിങ്ങളെ ഓർമ്മ വരും. ആ സാറ്, ആ മാഷ്, അദ്ദേഹത്തിന് വേണ്ടി പഠിക്കും കുട്ടി. കുട്ടികളോട് നമ്മൾ മോശമായി പെരുമാറിയാൽ ബുക്ക് തുറക്കുമ്പോൾ നമ്മുടെ മുഖം അവന്റെ മനസ്സിൽ വരുമ്പോൾ ബുക്ക് മടക്കി വെച്ചിട്ട് പോകും അവൻ. അപ്പൊ കുട്ടി പഠിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ കുട്ടികളോട് എത്രത്തോളം സ്നേഹത്തോടെ പെരുമാറുന്നോ അത്രത്തോളം അവർ നമ്മളെ വിഷയം പഠിക്കും. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കണക്ക് വീക്കായിരുന്നു. ഇന്ന് കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. കാരണം മാർവാനസ് കോളേജിൽ ചെന്നപ്പോൾ പ്രൊഫസർ കല്യാണ സുന്ദരത്തിന്റെ ക്ലാസ്സുകൾ കണ്ടപ്പോൾ 2 മണിക്കൂർ ക്ലാസ്സുകൾ 2 സെക്കൻഡായി തോന്നിയപ്പോൾ അദ്ദേഹത്തോട് തോന്നിയ സ്നേഹം, ആ ക്ലാസിന്റെ മാസ്മര്യ ശക്തിയിൽ ഞാൻ അദ്ദേഹത്തിന് അടിപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആരാധകനായി. അദ്ദേഹത്തിന് വേണ്ടി കണക്ക് പഠിച്ചപ്പോൾ എനിക്ക് അന്ന് 150. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കൂ. കുട്ടികളുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും പഠിക്കും. കുട്ടികൾ നിങ്ങളെ വെറുത്താൽ നിങ്ങൾ എത്ര പഠിപ്പിച്ചാലും കുട്ടി പഠിക്കില്ല. അപ്പൊ ഈ രീതിയിലൊക്കെ ഉയർന്ന് പെരുമാറൂ. കുട്ടികളോട് ഒരു തരത്തിലും ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ കഴിവുകേടുകളുടെയോ മാർക്കിന്റെയോ മാർക്ക് കുറവിന്റെയോ പേരിൽ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ എല്ലാവരെയും നിങ്ങളുടെ സ്വന്തം മക്കളായി കണ്ട് തുല്യരായി കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് പ്രശംസിച്ചുകൊണ്ട് നീ വലിയവനാവും, വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യു ആർ എ വിന്നർ, യു വിൽ ബി ആൻ അച്ചീവർ എന്ന് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
നിങ്ങൾ പ്രവർത്തിപ്പിക്കൂ. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ പഠനവും അവസാനിക്കുന്നില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം. ദിവസവും ഒരു വലിയ കണ്ണാടിയുടെ മുമ്പ് ചെന്ന് നിന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്ന സെൻറ്റൻസ് ഞാൻ പറയുന്തോറും വാക്ക് പറയുന്തോറും ശബ്ദം കൂടി വരണം, കൈ ഉയർന്നു വരണം. പറയേണ്ട സെൻറ്റൻസ് ഇതാണ്: ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം എ ടീച്ചർ ബിക്കോസ് ഐ ആം സ്റ്റിൽ ഗ്രോയിങ്. ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം എ ടീച്ചർ ബിക്കോസ് ഐ ആം സ്റ്റിൽ ഗ്രോയിങ്. അത് പറയേണ്ടത് ഇങ്ങനെ ആയിരിക്കണം, ഇതുപോലെ: ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം എ ടീച്ചർ ബിക്കോസ് ഐ ആം സ്റ്റിൽ ഗ്രോയിങ്. ഈ രീതിയിൽ എന്നും പറഞ്ഞിട്ട് ക്ലാസ്സിൽ പോകൂ. ഉജ്ജ്വല ദിവസമായിരിക്കും നിങ്ങൾക്ക്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അറിയപ്പെടുന്ന അധ്യാപകരായി നിങ്ങൾ മാറട്ടെ. ഓൾ ദ ബെസ്റ്റ്.